നമസ്കാരം. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,062. ഹയർ ലെവലിൽ നിന്ന് നിഫ്റ്റിയുടെ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിലെ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോ അതോ മുകളിലേക്ക് തിരിച്ചു ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിഫ്റ്റിനെ കുറിച്ച് അനാലൈസ് ചെയ്യാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിനെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ട്രേഡിംഗ് സെറ്റപ്പുകൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിൽ എന്താണ് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അത് നമുക്ക് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യേണ്ടത്, ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവർ ശ്രദ്ധിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ലെവലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തിലായാലും വലിയൊരു ബൗൺസ് ഈ ഒരു ലെവലിൽ നടത്തി നിൽക്കുമ്പോൾ പോലും നമ്മളത് സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു ലെവല് നിഫ്റ്റിയുടെ ഒരു ഡേഞ്ചർ സോണാണ്. കാരണം നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് 25,300 അടുത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് മാനേജ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിരുന്നത്. കാരണം ഈ ഒരു ലെവലിൽ നമുക്കത് അങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിഫ്റ്റി ആയാലും ക്രൂഷ്യൽ സോണായിരുന്നു ഈ ഒരു ലെവല്. അപ്പം അതുകൊണ്ട് തന്നെ 27,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക, ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ നൽകിയിരുന്നത്. നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം ഒന്ന് നോക്കുക. നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് 25,242 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ക്യാൻഡില്, ആ ഒരു ക്യാൻഡിൽ തന്നെ 27,220 27,208 സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. അപ്പോൾ തന്നെ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ കൺഫേം ആയി ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെപ്പോഴും മാർക്കറ്റിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് പറയുന്നത്, ട്രേഡ് ചെയ്യാനുള്ള പ്ലാൻ നൽകുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ്. ഇത് 5 മിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ 208 വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ 27,180 ആണ്. 180 വിട്ടാൽ പിന്നെ നിഫ്റ്റിനെ കുറിച്ച് നോക്കണ്ട നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കാരണം നിഫ്റ്റിയിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 27,180 ഫൈനൽ സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഈ 27,180 ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ വലിയൊരു ഫാൾ ആക്റ്റീവായി. ബൗൺസ് ചെയ്തെങ്കിലും ബ്രേക്ക് ചെയ്ത ആ ഒരു ക്യാനിൽ 27,180 തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട്, ഈ സപ്പോർട്ട് നൽകുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത് അത്ര വലിയൊരു സപ്പോർട്ടല്ല. നമ്മൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയോ ഈ ഒരു ലെവലിൽ നിന്ന് സജഷൻ നടത്തുന്നില്ല, കാരണം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സപ്പോർട്ടാണ്. കാരണം ഈ ഒരു സപ്പോർട്ട് വിട്ടാൽ പിന്നെ മെയിൻ സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നത് ഇവിടെയാണ്, 27,080. പക്ഷേ 27,080 വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം 27,020 ഈ ഒരു സപ്പോർട്ട്, 27,028 27,003 എന്ന് പറയുന്ന സപ്പോർട്ട് സോൺ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിൽ സൈഡ് വേസ് മൊമെന്റ് ആണ് മാർക്കറ്റിൽ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കണ്ടുകൊണ്ട് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചു കാണും. കാരണം മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആയാലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈൽ നിലനിൽക്കുമ്പോൾ പോലും മാർക്കറ്റിന്റെ ലോങ് ടൈം ഡയറക്ഷനാണ് അവിടെ എപ്പോഴും വർക്ക് ചെയ്യുക. ഡെയിലി ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഡെയിലി ഗ്രാഫിലായാലും നമ്മളിത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി ഇവിടുന്ന് ബൗൺസ് ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു മാർക്കറ്റിന്റെ ട്രെൻഡ് നെഗറ്റീവാണ്. മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ്, നമ്മുടെ റെസിസ്റ്റൻസ് 27,300 ഒരു മുകളിലാണ് നമ്മൾ നൽകിയിരുന്നത്. അപ്പോൾ 300 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയില്ലെങ്കിൽ മാർക്കറ്റിന് പ്രോഫിറ്റ് ബുക്കിന് ഒരു ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് നിലനിർത്തിയിരുന്നത്. അപ്പം അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ ആ ഒരു ഫാള് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാതിരുന്നത്. പക്ഷെ കൃത്യമായിട്ട് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം മാർക്കറ്റ് ബിലോ സപ്പോർട്ടിന് താഴെയാണ് നിൽക്കുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവിടെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ബ്രേക്ക് ചെയ്ത് സപ്പോർട്ടിനോട് താഴെ നിലനിൽക്കുമ്പോൾ എപ്പോഴും വീക്ക്നെസ് ആണ്. ഹൈയിൽ എത്തിക്കഴിഞ്ഞാൽ മെയിൻ റെസിസ്റ്റൻസിന്റെ അടുത്ത് എത്തിയാൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസിലൊക്കെ നമ്മളത് സൂചിപ്പിച്ചതാണ്. ഓരോ ദിവസത്തെ ഒരു വീഡിയോസിൽ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മുൻ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ 24,800 അടുത്തും
സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. 800-ന്റെ അടുത്തുനിന്ന് ഒരു ബൗൺസ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 200-300-ന്റെ അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനും ഇനിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് റേഞ്ചും കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് വർക്ക് ചെയ്യും. അതിനുശേഷം 24,730-ന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു പ്രഷർ വീണ്ടും വലിയൊരു ഫാളിനുള്ള ടെൻഡൻസി മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇതാണ് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ബൈയിലേക്കാണെങ്കിൽ നമ്മളത് സൂചിപ്പിച്ച പോലെ 27,300-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. പക്ഷെ നാളത്തെ മാർക്കറ്റ് കഴിഞ്ഞാൽ 27,300 എന്ന് പറയുന്ന ലെവല് മാറും. ചെറിയൊരു വ്യത്യാസം വരും. അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റി സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റി സിറ്റുവേഷൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് മെയിനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടും കൃത്യമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 25,145-ന്റെ താഴെയാണ് നിലനിൽക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ചാൻസ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഗ്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 27,90 ഇത് മൈനർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. പക്ഷേ ഇത് മൈനർ ആയിട്ട് സപ്പോർട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ ഒരു സെന്റിമെന്റിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ മുകളിലേക്ക് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്കായിട്ട് റെസിസ്റ്റൻസിന് അടുത്തെത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത കൊടുക്കുക. വീണ്ടും തിരിച്ചിത് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ പ്രത്യേകം വെയിറ്റ് ചെയ്യുക. ഈ ഏരിയ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട്. 27,000-ന്റെ താഴത്തേക്ക് പോയാലാണ് കൂടുതൽ വീക്ക്നെസ്. 27,090-ന്റെ മുകളിലേക്ക് നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനുശേഷം എടുക്കുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് ആയിരിക്കും പെർഫെക്റ്റ് എൻട്രി ലഭിക്കുക. അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 27,000-ന്റെ താഴേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 24,933 933 താഴെ മൈനർ ആയിട്ട് സപ്പോർട്ടാണ്. 933 800-ന്റെ ഇടയിലാണ് നല്ല സപ്പോർട്ട് വരുന്നത്. 24,884 സപ്പോർട്ട്, 24,860 സപ്പോർട്ട്, 24,862 സപ്പോർട്ട്, 862 ഹോൾഡ് ചെയ്തുകൊണ്ട് 884-ന്റെ മുകളിലേക്ക് നിലനിർത്തിയാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലാണെങ്കിൽ 862-ന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ 848-ന്റെ താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് 862 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. 24,750 740 ഈ ഒരു ലെവലൊക്കെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 27,145-ന്റെ മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും പിന്നെ വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 24,145-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ. അടുത്ത റെസിസ്റ്റൻസ് തൊട്ടടുത്താണ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. കാരണം മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബൈ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ കൃത്യമായിട്ട് ഓരോ റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും കയറി ക്ലോസ് ചെയ്തിട്ടാണ് ഓരോ ക്യാനിലും ക്ലോസ് ചെയ്തിട്ടാണ് നിലനിൽക്കുക. 27,180 27,212 212 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം 253. ഇന്നത്തെ മാർക്കറ്റിലെ സിറ്റുവേഷൻ പോലെയായിരിക്കും. മാർക്കറ്റ് ഇൻ കേസ് ഒരു ഫാൾ ആണെങ്കിൽ അടുത്ത സപ്പോർട്ടിന്റെ താഴത്തേക്ക് വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത സപ്പോർട്ട് ലെവലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ഇതേപോലെ തന്നെയാണ്. ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് വന്നാൽ അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെയാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അടുത്തൊരു സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് ഒരു സ്ട്രെങ്ത് ആണ് കാണുന്നത്. അങ്ങനത്തെ രീതിയിൽ വേണം നമുക്ക് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്